ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ മലയാളം. അപ്പോൾ 2023 ജൂലൈ സെഷൻ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പി ജി അഡ്മിഷൻ ഡിസ്റ്റൻസായി എഡ്യൂക്കേഷന് വേണ്ടി ഡിഗ്രി പി ജി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോ സൈറ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ എടുക്കാൻ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ അഡ്മിഷൻ നമ്മുടെ ടീം എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇഗ്നോയിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അക്ഷയ പോകണോ അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്ററിൽ പോകണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വയം മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് സ്വയം തന്നെ മൊബൈൽ വഴി സ്വയം തന്നെ നിങ്ങൾക്ക് ഇഗ്നോയിൽ ഡിഗ്രിക്കോ പി ജിക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിന് ഏത് കോഴ്സിനാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നതായിരിക്കും. ഇഗ്നോൻ്റെ സൈറ്റിൽ ത്രൂ ആണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ എടുക്കാൻ വേണ്ട സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് അഡ്മിഷൻ പോർട്ടലിൽ എത്താവുന്നതാണ്. ഇതേപോലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതിൽ ഇൻസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഫോട്ടോ, അതേപോലെ ഡോക്യുമെൻറ്റ്സ്, എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതേപോലെ അതിൻ്റെ ഫയൽ സൈസിൻ്റെ 200 KB ഒക്കെയാണ് ഫയൽ സൈസ് വരുന്നത്. അതേപോലെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ 100 KBൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് ആ സൈസിലേക്ക് മാറ്റേണ്ടി വരും. അതിനുള്ള ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് അതിൽ ത്രൂ നമുക്കതൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ പേയ്മെൻറ്റ് വരുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കാണാവുന്നതാണ്. അതേപോലെ ലോഗിൻ ഡീറ്റെയിൽസും കാണാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ക്ലിക്ക് ഇയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നാണ് ചെയ്യേണ്ടത്. അതായത് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്ത പേജിലേക്ക് ഓപ്പൺ ആയി പോകും. അവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. കാരണം കറക്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇമെയിൽ ത്രൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ കറക്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കണം. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോമാണ് ആദ്യം ഉണ്ടാവുക. അതിന് നമ്മുടെ ആദ്യം ഫസ്റ്റ് വരുന്ന യൂസർ നെയിമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ പേര് കൊടുത്താലും മതി, പ്രശ്നമില്ല. പിന്നെ ആപ്ലിക്കേഷൻ ഫുൾ നെയിം എഡ്യൂക്കേഷനിലുള്ള പോലെ, അതായത് SLC ബുക്കിൽ എന്താണുള്ളത് അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫുൾ നെയിം കൊടുക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള പേരോ അല്ലെങ്കിൽ 1 2 3 4 എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുക്കാം. ഇതൊക്കെ തെറ്റാതെ കൊടുക്കണം. മൊബൈൽ നമ്പർ നമ്മൾ സ്റ്റഡി സെൻറ്ററൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ നമ്പർ വെച്ചിട്ടാണ് ആഡ് ചെയ്യുക. സോ നമ്മൾ വാട്സപ്പിലുള്ള നമ്പർ കൊടുക്കുക. അതേപോലെ താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്തതിന് മീൻസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വന്ന പേജിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ പേജിൻ്റെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെ നമുക്ക് ലോഗിൻ ചെയ്യാവുന്ന ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അവിടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച യൂസർ നെയിമും പാസ്വേഡും വെച്ച് ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അടുത്ത പേജിലേക്ക് വരുന്നതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫയൽ സൈസ് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ താഴേക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ ഒരു ഡിക്ലറേഷൻ ബോക്സ് കാണാം. ആ ജസ്റ്റ് ബോക്സിനകത്ത് ഒരു ടിക്ക് ഇട്ടിട്ട് നേരെ സബ്മിറ്റ് കൊടുക്കുക. അതായത് ഞാൻ ഇമ്പോർട്ടൻറ്റ് നമ്മളിത് വായിച്ചെന്നുള്ള ജസ്റ്റ് ഒരു ഇതാണ്. അത് ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 8 പേജസ് ഉള്ളൊരു ഇത് കാണാം. അതായത് ഇത് ഇനി തൊട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റത്തെ ഇതിൽ പേഴ്സണൽ ഡീറ്റെയിൽസാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അത് നമ്മുടെ പേര്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് പേജിൽ വരുന്നത്. നമ്മുടെ പേര് കൊടുക്കുക. പേര് നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മദർ നെയിം, നമ്മുടെ മദർ നെയിം ഏതാണോ SLC ബുക്കുള്ള അതേപോലെ കൊടുക്കുക. പിന്നെ ഗാർഡിയൻ, നമ്മുടെ ഗാർഡിയൻ ആരാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗാർഡിയൻ്റെ നെയിം കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിന് ശേഷം വരുന്നത് കാറ്റഗറിയാണ്. നമ്മൾ ഏത് കാറ്റഗറിയിലാണ്, SC ST OBC നോൺ ക്രീമിലിയർ ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്. OBC നോൺ ക്രീമിലിയർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്യേണ്ടി വരും. സോ സാധാരണ ഇതിൽ OBC ക്രീമിലിയർ കൊടുത്താലും മതി. ഇനി നോൺ ക്രീമിലിയർ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ജെൻഡർ ഏതാണോ കൊടുക്കുക. അതിനുശേഷം സിറ്റിസൺ ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ടെറിറ്ററി, അർബൻ ആണോ റൂറൽ ആണോ കൊടുക്കുക. പിന്നെ മൈനോറിറ്റി ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ അടുത്തത് റിലീജിയൻ ആണ്. റിലീജിയൻ ഏതാണോ നമ്മുടെ റിലീജിയൻ വരുന്നത് അത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നതാണ്. സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കുക. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, അത് നമ്മൾ ഓൾറെഡി നോട്ട് ആപ്ലിക്കബിൾ എന്നായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഇമെയിൽ ID ഓൾറെഡി നമ്മൾ കൊടുത്താണ്, മൊബൈൽ നമ്പർ കൊടുത്തു. പിന്നെ അതർ ഡീറ്റെയിൽസിൽ പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റി, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. പിന്നെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് അതും കൊടുക്കുക. അതിനുശേഷം സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ്, സ്കോളർഷിപ്പ് ഓൾറെഡി കിട്ടുന്നവരുണ്ടെങ്കിൽ ആ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി ഇട്ടാൽ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും ഇറർ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് പേജിലേക്ക് പോകണം, സെക്കൻഡ് പേജിലേക്ക്. അങ്ങനെ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ സെക്കൻഡ് പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ സെക്കൻഡ് പേജിൽ കൊടുക്കുന്നത് പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഏത് പ്രോഗ്രാമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോഗ്രാം ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ഡിഗ്രി ആണെങ്കിൽ ബാച്ചിലർ എടുക്കുക, അതേപോലെ PG ആണെങ്കിൽ മാസ്റ്റർ എടുക്കുക, ഡിപ്ലോമ, അങ്ങനത്തെ എല്ലാ കോഴ്സുണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾ കോഴ്സ് എടുക്കാൻ പോകുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പം ജസ്റ്റ് കാണിക്കുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ബാച്ചിലർ ഡിഗ്രി മോഡ് ഓഫ് സ്റ്റഡി ചോദിക്കും. അത് ODL മാത്രമായിരിക്കും ഇതിലുണ്ടാവുക. ജസ്റ്റ് അതായത് ഡിസ്റ്റൻസ് ലേണിംഗ്. അതിനുശേഷം നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യാൻ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പം ബാച്ചിലറിൽ ധാരാളം പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പം ബേസിക്കലി നമ്മൾ സാധാരണ ഹോണേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾ എടുക്കാൻ ബെറ്റർ. അതായത് സോഷ്യോളജി ഹോണേഴ്സ്, ഇംഗ്ലീഷ് ഹോണേഴ്സ് എടുക്കാം. ഇതിൽ ബാഗ് എന്ന് കാണുക ബാച്ചുലർ ഓഫ് ആർട്സ്. നിങ്ങളത് കോമൺലി ആയിട്ട് എടുക്കേണ്ട ഒരു സജഷൻ അല്ല ഞാൻ പറയാറുള്ളത്. അതധികം ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. ഹോണേഴ്സ് ഡിഗ്രിയാണ് ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾക്ക് ഹോണേഴ്സ് ഡിഗ്രി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ BA ജനറൽ എടുക്കാം. BA ജനറൽ 2 സബ്ജക്റ്റ് മെയിനായിട്ട് പഠിക്കേണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. സോ നമുക്ക് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. ഞാൻ ഇപ്പോൾ BCom G എന്നൊരു സബ്ജക്റ്റ്, BCom ജനറൽ സബ്ജക്റ്റാണ് ചൂസ് ചെയ്തത്. അടുത്ത് തന്നെ റീജിയനാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ 3 റീജിയനാണുള്ളത്. വടകര, ട്രിവാൻഡ്രം, കൊച്ചിൻ, ഈ 3 റീജിയൻ സെൻറ്ററാണ് വരുന്നത്. അതായത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയാണെങ്കിൽ വടകരൻ്റെ അണ്ടറിലാണ്. അതിൻ്റെ താഴോട്ട് കൊച്ചിനും പിന്നെ അതിന് താഴോട്ട് ട്രിവാൻഡ്രമാണ് വരുന്നത്. സോ ഞാനിപ്പം വടകരയാണ് സെലക്ട് ചെയ്തത്. വടകരയിൽ BCom ജനറൽ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജ് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് നിയറസ്റ്റ് ആയി വരുന്ന ഏതാണോ കോളേജ് വരുന്നത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് വരുന്ന ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ ആയിരിക്കും നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ വരുന്നത്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്നായിരിക്കും ലഭിക്കുക. സോ ഞാനൊരു കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മീഡിയം ചോദിക്കുന്നുണ്ട്. മീഡിയം അതായത് നിങ്ങളുടെ ലാംഗ്വേജ് ആണ്, ഇപ്പോൾ പഠിക്കേണ്ട ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആയിരിക്കും ബേസിക്കലി ഉണ്ടാവുക. സോ നമുക്ക് ഏതാണോ മീഡിയം വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹിന്ദിയിൽ സെലക്ട് ചെയ്താൽ ബുക്സൊക്കെ ഹിന്ദിയിലായിരിക്കും വരിക. ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ ഇംഗ്ലീഷിലായിരിക്കും ബുക്സ് വരിക. സോ നമ്മൾ ഏതാണോ ലാംഗ്വേജ് എടുക്കുക ഇംഗ്ലീഷ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇഗ്നോ സ്റ്റുഡൻ്റാണ് ചോദിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും പ്രോഗ്രാം പഠിക്കുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് റീചെക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത പ്രോഗ്രാം അതേപോലെ സ്റ്റഡി സെൻറ്ററൊക്കെ കറക്റ്റ് തന്നെ അല്ലേ എന്നുള്ളതൊക്കെ നോക്കുക. അതിനുശേഷം കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിലേക്ക് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജ് 3ാമത്തെ പേജാണ്. 3ാമത്തെ പേജിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുക. അതായത് ഡിഗ്രി ചെയ്യാൻ വേണ്ടി ബേസിക്കായിട്ട് +2 ആണ് വേണ്ടത്. സോ +2 ഓർ ഇക്വാലൻ്റ് കാണിക്കും ഫസ്റ്റ് ബോക്സിൽ, അത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ച മെയിൻ സബ്ജക്റ്റ് സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, അത് സെലക്ട് ചെയ്യുക. ഏതാണോ നമ്മൾ മെയിനായി പഠിച്ചത് അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇയർ ഓഫ് പാസിംഗ്, അതായത് +2 പാസ്സായ വർഷം ഏതാണോ നമ്മൾ +2 പാസ്സായത് ആ വർഷം സെലക്ട് ചെയ്യുക. അതിന് സെലക്ട് ചെയ്തതിനു ശേഷം ഡിവിഷനാണ് ചോദിക്കുക. അടുത്ത ബോക്സിൽ ഡിവിഷനാണ്, അതായത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ ചോദിക്കും. 60% മേലെയാണ് നമുക്ക് +2 മാർക്ക് കിട്ടിയതെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ് ആണ്. 60 താഴെയാണെങ്കിൽ സെക്കൻഡ് ആണ്. അതേപോലെ 45 താഴെയാണെങ്കിൽ തേർഡ് ക്ലാസ് ആണ്. സോ നമ്മളൊരു സെലക്ട് ചെയ്യുക, ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് സെലക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നമ്മൾ നെക്സ്റ്റ് ബോക്സിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നമുക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത് അത് കൊടുക്കാം. പിന്നെ ബോർഡ് കോഡ്. ഇപ്പം കേരള ഹയർ സെക്കൻഡറി ബോർഡ് ഇതിൽ ലിസ്റ്റിൽ ഉണ്ടാവില്ല. സോ ഏറ്റവും താഴെ കാണുന്ന നോട്ട് ലിസ്റ്റഡ് ഇൻ ദിസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം അടിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോർഡ് റോൾ നമ്പറാണ് അടുത്ത ബോക്സ്. അത് കൊടുക്കണം നിർബന്ധമില്ല, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. അതവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടാലും മതി, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നാഡ് യൂസർ നെയിം എന്നൊക്കെയാണ് അതിൻ്റെ താഴെ കാണുന്നത്. അതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാതെ തന്നെ മുൻപോട്ട് പോകാവുന്നതാണ്. സോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കൺഫർമേഷൻ വേണ്ടിയിട്ട് വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും. കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് തന്നെ, ഇയർ ഓഫ് പാസിങ്ങും മറ്റു കാര്യങ്ങളും പെർസെൻറ്റേജ് ഓഫ് മാർക്കും ഒക്കെ കറക്റ്റ് തന്നെ അല്ലേ നോക്കുക. കറക്റ്റ് ആണെന്ന് കൺഫേം ആയതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലേക്ക് വീണ്ടും പോവുക. അപ്പോൾ 4th പേജിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ BCom ജനറൽ, BCom ആണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത്. സോ അതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും കാണിക്കുക. ഇതിൽ സ്റ്റഡി മെറ്റീരിയൽ ടൈപ്പാണ് ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ 2 ആയിരിക്കും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതായത് പ്രിൻറ്റഡ് ഫോം, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അഡ്രസ്സിലേക്ക് പോസ്റ്ററായി വരുന്നതാണ് ഈ ഒരു ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ട് നമ്മുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നതാണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് 15% ഫീസിൽ നിന്ന് ഡിസ്കൗണ്ട് ഉണ്ടാവുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഫീസ് ഇപ്പം 5000 ആണെങ്കിൽ വരുന്നതെങ്കിൽ അതിൽ 15% ഓഫ് ഉണ്ടാവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടണം, അതായത് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ കഴിയുള്ളൂ തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്താൽ മതി, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് താഴെ നോക്കുമ്പോൾ കമ്പൽസറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സബ്ജക്റ്റ് കാണാം. അത് ഈ
ബികോം ജനറൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. ഇത് മെയിൻ സബ്ജക്റ്റുകളാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ പ്ലീസ് സെലക്ട് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാം. അത് നമ്മൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. ഇവിടെ 2 സബ്ജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിലേതാണ് നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഫുൾ ബോക്സും കംപ്ലീറ്റ് ആയതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. എല്ലാം ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ വീണ്ടും കൺഫർമേഷൻ ചോദിക്കുന്നത് മീൻസ് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് കറക്റ്റ് ആണല്ലോ. ഓൾറെഡി കമ്പൾസറി സബ്ജക്റ്റ് ആയിരിക്കും ഓൾമോസ്റ്റ് ഉണ്ടാവുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടി നെക്സ്റ്റ് കൊടുക്കാം. 5th പേജിൽ നമ്മുടെ അഡ്രസ്സാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് വരുന്നത്. അതായത് നമുക്ക് SLC ബുക്കുള്ള പോലെ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സ്, അതായത് ബുക്സും മറ്റു കാര്യങ്ങളൊക്കെ പോസ്റ്ററായി വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിൽ തെറ്റാനൊന്നും പാടില്ല. കാരണം ബുക്സ് വരുമ്പോൾ പിന്നെ അത് തിരിച്ച് പോകുന്നതായിരിക്കും. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ പിൻകോഡും ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ജസ്റ്റ് ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതാണ് കറക്റ്റ് അഡ്രസ്സ് തെറ്റിക്കാതെ തന്നെ കൊടുക്കണം. കാരണം ഇതിലാണ് ഞാൻ വീണ്ടും പറഞ്ഞത് ബുക്സൊക്കെ വരുന്നത് ഇതിലാണ്. പിന്നെ നമുക്ക് ബുക്സ് കിട്ടാത്ത ഇഷ്യൂ ഒക്കെ വരും. സോ നമ്മൾ അത് കഴിഞ്ഞ് കൺഫേം ആയതിനു ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആയി വരുന്നതായി. അടുത്ത പേജിൽ നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതേപോലെ നമ്മുടെ SLC +2 മാർക്ക് ലിസ്റ്റ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരിക. അവിടെ കാണിച്ചിട്ടുണ്ട് ഫയൽ സൈസ് എത്രയാണ് വരുന്നത്. മാക്സിമം 100 KB ആണ് ഫോട്ടോയുടെ. സിഗ്നേച്ചറും നമ്മുടെ സിഗ്നേച്ചർ പറഞ്ഞാൽ നമ്മൾ സൈൻ ഒരു വെള്ള പേപ്പറിൽ സൈൻ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അതേപോലെ മെട്രിക്കുലേഷൻ മാർക്ക് ലിസ്റ്റ്, ഇത് ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഫോട്ടോ ആയിട്ട് തന്നെ ജസ്റ്റ് ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ other 1 2 3 പറഞ്ഞിട്ട് കുറച്ച് ഇത് കാണാം. അതിലൊന്നും അപ്ലോഡ് ചെയ്യണം നിർബന്ധമല്ല. ജസ്റ്റ് ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം ഡിഗ്രിക്കാണെങ്കിൽ ഫോട്ടോ, സൈന്, SLC +2 ഇതാണ് മസ്റ്റായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങളുടെ കാസ്റ്റ് SC ST OBC നോൺ ക്രിമിനൽ ഒക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കാസ്റ്റ് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടാണ് OBC ക്രീമി കൊടുത്തുകൊണ്ടാണ് നമുക്കിത് കാസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരാത്തത്. സോ നമ്മൾ ഏതാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഫയൽ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ 1 MB 2 MB ഒക്കെ ആയിരിക്കും ഫോട്ടോ ഉണ്ടാവുക. അത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ നിന്ന്. അതിനുശേഷം അതൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ആദ്യം മുതൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് മൊത്തം ഒന്നുകൂടി കാണിച്ചു തരുന്നതായിരിക്കും. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന് ശേഷം ഫീസ് അടച്ചാൽ പിന്നെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവുന്നതല്ല. സോ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് തന്നെയല്ലെന്ന് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഒക്കെ കറക്റ്റ് ആണെന്ന് കൺഫേം ആയാൽ പിന്നെ നമ്മൾ ഫീസ് അടക്കേണ്ട ഇതിലേക്ക് എത്തുന്നതായിരിക്കും. സോ ഫീസ് വരുന്നത് ബികോം ജനറൽ വിത്ത് ബുക്സ് വരുന്നത് 4700 രൂപയാണ്. 4200 രൂപ ഇഗ്നോ ഫീസും, അതേപോലെ രജിസ്ട്രേഷൻ ഫീസായിട്ട് 300 രൂപയും, അതേപോലെ ഒരു 200 രൂപ ഡെവലപ്മെൻറ്റ് ഫീ ആയിട്ടും വരുന്നുണ്ട്. ടോട്ടൽ 4700 രൂപയാണ് ഈ ബികോം ജനറലിന് ഫീസായിട്ട് ഇഗ്നോ വാങ്ങുന്നത്. ഇത് ഒരു 1 ഇയറിലേക്ക് മാത്രമാണ്. സോ ഇതൊക്കെ കറക്റ്റ് ആണെന്ന് കൺഫേം ആയതിനു ശേഷം അഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും, അതായത് ഇതിനി എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഇത് കൺഫേം തന്നെ അല്ല എന്നുള്ളത് നമ്മളോട് വീണ്ടും കൺഫർമേഷൻ ചോദിക്കുകയാണ്. സോ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് പേജിലേക്കാണ് പോവുക. സോ പേയ്മെൻറ്റ് പേജിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതായത് 4700 രൂപ വീണ്ടും കാണിക്കുന്നതായിരിക്കും. പിന്നെ ഗോ ടു പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 ഗേറ്റ്വേ 2 എന്ന് പറഞ്ഞ് താഴെ കാണാവുന്നതാണ്. ഇത് ജസ്റ്റ് ബാങ്കിങ് സെർവറാണ്. സോ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഗേറ്റ്വേ 1 ആയാലും ഗേറ്റ്വേ 2 ആയാലും നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് മീൻസ് ജസ്റ്റ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഗേറ്റ്വേ 1 ഗേറ്റ്വേ 2. സോ നമുക്ക് ഞാനിപ്പോൾ ഗേറ്റ്വേ 2 ആണ് എടുക്കുന്നത്. സോ ഗേറ്റ്വേ 2 ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത പേജ് അതായത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. പേ വിത്ത് എന്നിട്ട് ബോക്സ് കാണാം. ആ ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡ്, അതേപോലെ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് എല്ലാ ഓപ്ഷൻസും കാണാവുന്നതാണ്. നമ്മുടെ ഏത് ബാങ്കാണോ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് HDFC ബാങ്ക് അല്ലെങ്കിൽ അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക. സോ കാർഡ് നമ്പറും അതേപോലെ എക്സ്പയറി ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ കാണാം. അതൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഐ ആം നോട്ട് ദ റോബോട്ട് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്നതായിരിക്കും. അതേപോലെ അഡ്മിഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇഗ്നോ ഒഫീഷ്യൽസ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്ത് അഡ്മിഷൻ കൺഫേം ചെയ്യുന്നതായിരിക്കും. 10 ദിവസം മുതൽ 40 ദിവസം വരെയാണ് സാധാരണഗതിയിൽ ടൈം എടുക്കാറുള്ളത്. സോ അതിനുള്ളിൽ നമുക്ക് കൺഫർമേഷൻ നമ്മുടെ മെയിൽ ത്രൂ വരുന്നതായിരിക്കും അഡ്മിഷൻ കൺഫേം ആയ. അതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പോൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാൻ പറഞ്ഞു നമുക്ക് മെയിൽ വരും. സോ നമ്മൾ ഇനി മെയിലാണ് ചെക്ക് ചെയ്യേണ്ടത്. കുറച്ച് ടൈം എന്തായാലും ഡിലേ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോ മലയാളത്തിൻ്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തും ചോദിക്കാവുന്നതാണ്. ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സംശയങ്ങളും നമ്മൾ ഇഗ്നോ മലയാളത്തിൻ്റെ ടെലഗ്രാം ചാനൽ ത്രൂ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.